കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉത്തരവ് എഴുതി നൽകിയത് പ്രതികളാണോ എന്ന് കോടതിയുടെ ചോദ്യം. ബിജു IAS-നെതിരെ കോടതി അലക്ഷ്യം ചുമത്തി. വിചാരണാനുമതി നൽകിയുള്ള ഉത്തരവിൽ പിശകുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സമ്മതിച്ചു. കടുത്ത വിമർശനമുന്നയിച്ച ഹൈക്കോടതി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യം ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ബിജു IAS വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഹാജരാകണം. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന അതീവ ഗുരുതരമായ നടപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി വിമർശനം 25 മിനിറ്റോളമാണ് നീണ്ടത്. വിമർശനത്തിൽ സർക്കാർ പ്രതികരണം ഇങ്ങനെ: ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് പോലും ഞങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ കൊടുത്ത ഉത്തരവിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ കോടതിയിൽ കൊടുക്കണ്ടെന്ന് പറയും. ഞാനാ വിളിച്ചു പറഞ്ഞ കോടതിയിൽ കൊടുക്കണ്ടെന്ന്. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ അധികാരത്തെ അത് ടേക്ക് ഓവർ ചെയ്യപ്പെടുന്നുണ്ടോ ജുഡീഷ്യറി എന്നുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങളത് വളരെ ഗൗരവമായിട്ടാണ് അതിനെ കാണുന്നത്. കേസിൽ പ്രതിയായ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ഉത്തരവുമായി വാർത്താസമ്മേളനം നടത്തിയത് ഗുരുതരമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതികൾ ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുകയാണെന്ന ഗുരുതര പരാമർശവും കോടതി നടത്തി. മീഡിയ 1 കൊച്ചി.